തിരുവനന്തപുരം അമ്പലമുക്ക് വിനീത കൊലക്കേസ് പ്രതിക്ക് തൂക്കുകയർ. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസിലെ ഏക പ്രതിയായ രാജേന്ദ്രന് വധശിക്ഷ വിധിച്ചത്. സ്വർണമാല കവരുന്നതിനിടെയാണ് അലങ്കാര ചെടി കടയിലെ ജീവനക്കാരി വിനീതയെ കുത്തി കൊലപ്പെടുത്തിയത്. ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, കഴിഞ്ഞ ദിവസം പ്രതി രാജേന്ദ്രൻ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ഇന്ന് ശിക്ഷ വിധിക്കുമ്പോൾ വധശിക്ഷ തന്നെയാണ് രാജേന്ദ്രന് കോടതി നൽകിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. രോഹിണി, 2022 ഫെബ്രുവരി 6-ാം തീയതിയാണ് പേരൂർക്കട അമ്പലമുക്ക് അലങ്കാര ചെടിക്കടയിൽ വെച്ച് വിനീതയെ തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള രാജേന്ദ്രൻ കഴുത്തിന് കുത്തി കൊലപ്പെടുത്തുന്നത്. കൊറോണ സമയത്ത് ഈ ചെടിക്കടയിൽ ചെടികൾക്ക് വെള്ളം ഒഴിക്കാൻ വരികയായിരുന്നു വിനീത. ഈ ചെടിക്കടയിൽ തന്നെ സമീപത്തുള്ള ഒരു ചായക്കടയിലായിരുന്നു രാജേന്ദ്രൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ വിനീതയുടെ കഴുത്തിൽ കിടന്ന 4 പവന്റെ മാല ലക്ഷ്യമാക്കുകയും ആ മാല പറിക്കുന്നതിനിടയിലാണ് അതിക്രൂരമായിട്ട് കഴുത്തിന് കത്തി കുത്തിയിറക്കി വിനീതയെ കൊലപ്പെടുത്തിയത്. ഈ കേസിലാണ് രാജേന്ദ്രന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം വഞ്ചൂർ അഡീഷണൽ സെഷൻ കോടതിയാണ് വധശിക്ഷ വിധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 8 ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. 4 ലക്ഷം രൂപ വിനീതയുടെ മക്കൾക്ക് 10ാം ക്ലാസ്സിലും +2-നും പഠിക്കുന്ന മക്കൾക്കും അതോടൊപ്പം തന്നെ 4 ലക്ഷം രൂപ കോടതിയിലും കെട്ടിവെക്കണമെന്നാണ് വിധി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോടതി എടുത്തു പറയുന്നത് ഇങ്ങനെയാണ്: പ്രതി രാജേന്ദ്രൻ ഇതിനു മുമ്പ് സമാനമായിട്ടുള്ള കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട്. തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള രാജേന്ദ്രൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിൽ തമിഴ്നാട് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ മകളെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും സമാനമായ രീതിയിൽ കഴുത്തിന് കത്തി കുത്തിയിറക്കി കൊലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രതിയുടെ മോഡസ് ഓപ്പറാൻഡി എന്ന് പറയുന്നത് ഈ കഴുത്തിന് കത്തി കുത്തിയിറക്കി കൊല്ലുന്നു. അതുകൊണ്ട് തന്നെ പ്രതി ഒരു സീരിയൽ കില്ലർ ആണ് എന്ന് കൂടി കോടതി പരാമർശം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ, അതായത് 2 ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന വിചാരണയിൽ 2 ദിവസങ്ങൾക്ക് മുമ്പ് വിധിക്ക് വേണ്ടി നടന്ന വിചാരണയിൽ പ്രതി ഇങ്ങനെയാണ് പറഞ്ഞത്. പ്രതിഭാഗം കോടതിയിൽ വാദിച്ചത് ഇങ്ങനെയായിരുന്നു: പ്രതി രാജേന്ദ്രൻ എയ്ഡ്സ് രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. അതോടൊപ്പം തന്നെ അമ്മയുണ്ട്, അമ്മയെ നോക്കണം. അതോടൊപ്പം തന്നെ തുടർന്ന് നിയമം പഠിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ശിക്ഷയുടെ കാലാവധി കുറയ്ക്കണമെന്ന് പ്രതിഭാഗം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ വാദിഭാഗം അതിക്രൂരമായിട്ടൊരു കൊലപാതകമെന്ന് തന്നെയാണ് കോടതിയിൽ വാദിച്ചത്. അതിനൊരു ഫലമായിട്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വധശിക്ഷ എന്നൊരു ഘട്ടത്തിലേക്ക് കോടതി എത്തിയിട്ടുള്ളത്. 2022 ഫെബ്രുവരി 6-ാം തീയതി പട്ടാപ്പകലായിരുന്നു ഈ പേരൂർക്കട സ്വദേശി കൂടിയായിട്ടുള്ള വിനീതയെ രാജേന്ദ്രൻ കഴുത്തിന് കുത്തി കൊലപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ ശാസ്ത്രീയമായ തെളിവുകൾ മാത്രമാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് തെളിയിക്കാനായിട്ട് ഇടയായത്. സാക്ഷികൾ ആരുമില്ലാത്തൊരു കേസായിരുന്നു. CCTV ദൃശ്യങ്ങൾ, പ്രതി കുറ്റകൃത്യം ചെയ്തതിനു ശേഷം ബൈക്കിൽ കയറി പോകുന്ന CCTV ദൃശ്യങ്ങളിൽ നിന്നുമാണ് ആദ്യം അന്വേഷണം തുടങ്ങിയത്. പിന്നീട് നടത്തിയ അന്വേഷണങ്ങളിൽ നിന്നും പ്രതിയെ തമിഴ്നാട്ടിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. 96 സാക്ഷിമൊഴികളെ വിസ്തരിച്ചിട്ടുണ്ട് ഈ കേസിൽ. എന്തായാലും 3 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കേസിൽ തിരുവനന്തപുരം അഡീഷണൽ സെക്ഷൻ കോടതി വിധി വിധിച്ചിരിക്കുന്നു. വധശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. ഗ്രീഷ്മയ്ക്ക്, അതായത് ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് കൊലക്കയർ വിധിച്ചതിന് ശേഷം 2ാമത്തെ ഒരു വിധിയും കൂടിയാണ് ഇത്തരത്തിൽ തിരുവനന്തപുരം അഡീഷണൽ സെഷൻ കോടതിയിൽ വന്നിട്ടുള്ളത്. എന്തായാലും അതിക്രൂരമായിട്ടുള്ള കൊലപാതകത്തിനാണ് ഇപ്പോൾ കോടതി തൂക്കുകയർ വിധിച്ചിട്ടുള്ളത്. രോഹിണി, ശരി. ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്.